ഹായ് ഹലോ ഞാൻ ഇന്നൊരു ഈവനിംഗ് വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു സൺഡേ ഞാനിപ്പോൾ പിന്നെ ഈവനിംഗിൽ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചില്ലി ചിക്കൻ കുബൂസ് ഉണ്ടാക്കണമെന്നാണ് കരുതുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുബൂസിന് ഉച്ചയ്ക്ക് തന്നെ മാവ് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ കുബൂസിൻ്റെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഉണ്ടാക്കുന്നതിന് മുന്നേ, പരത്തുന്നതിന് മുന്നേ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പൊങ്ങി വന്നത് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുബൂസിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഞാനിതാ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ബൗളാക്കുകയാണ്. മാവെടുത്ത് ഞാൻ ഓരോ ബൗളാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് വേവുമല്ലോ. അപ്പോൾ നമുക്ക് കുബ്ബൂസിൻ്റെ പണി നടത്താം. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്, ഞാൻ കുബ്ബൂസിൻ്റെ ചുടാൻ വേണ്ടിയിട്ടുള്ള ഓട് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് പോയ സമയം സ്റ്റൂൾ വെച്ച് കയറിയത് തട്ടമല്ല. അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്പറാണ്. എനിക്ക് 1 മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങളിൽ 2 മണിക്കൂറാക്കി തരും. അപ്പോൾ ഞാനിതാ കുബ്ബൂസ് ഓരോന്നായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. കുബ്ബൂസ് ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ കുബൂസെല്ലാം ഇത് നല്ല പൊന്തി വരുന്നുണ്ട്. എല്ലാവർക്കും കുബൂസൊക്കെ ചുടാനൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാം. എന്താ പോരായ്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതും ഒന്നും കൂടി നന്നാക്കാൻ പറ്റും. അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ ഓരോ കുബൂസായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഓരോ കുബൂസായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. കുബൂസ് ചുട്ട ശേഷം ഞാൻ ചില്ലി ചിക്കൻ ആവശ്യമായ ചിക്കൻ ഞാൻ അവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചില്ലി ചിക്കൻ ആവശ്യമായ സാധനം ഞാൻ കട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഉള്ളിയും ക്യാപ്സിക്കുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കം കട്ട് ചെയ്യാൻ നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ സൺഡേ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചില സമയങ്ങളിൽ, എപ്പോഴും ഇല്ല, ചില സൺഡേകളിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. കുട്ടികളെല്ലാം ഉണ്ടാവുന്നില്ല. അപ്പോൾ അധികം നൈറ്റിലായിരിക്കും ഉണ്ടാവുക സ്പെഷ്യൽ. അപ്പം ഇന്ന് ചില്ലിയും കുബൂസ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിൽ കളറോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കളറോ അങ്ങനത്തെ ഒന്നും. അതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് ചിക്കനിലെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, ഓയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓയിലും കൂടി ജസ്റ്റ് അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുന്നതാണ്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു ജസ്റ്റും കളർ മാറിയ ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ്. ഉള്ളി ഞാൻ നല്ലോണം വഴറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികൾ കഴിക്കണ്ടാണ്. എൻ്റെ കുട്ടികൾക്ക് ഉള്ളിയെല്ലാം ഒരു പച്ചയായി കഴിക്കുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നല്ലോണം വഴറ്റിയിട്ടാണ് ഞാൻ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ നന്നായി വഴറ്റുന്നുണ്ട്. എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലെ, ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ അല്ല ചിലപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുകയെന്ന് അറിയാം, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കുറച്ചും കൂടി വേവിച്ച ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഒഴിച്ച് കൊടുക്കും. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അതിലേക്ക് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പിന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കും. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. കുറച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാൻ ചില്ലി ഫ്രൈ ചെയ്യുമ്പോൾ നോർമലായിട്ടുള്ള പൊടികൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഒക്കെ, കളറോ അങ്ങനത്തെ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങളിങ്ങനെ സൺഡേ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയുക. ഒരു കുഞ്ഞു ഈ സൺഡേ ഈവനിങ് കുക്കിംഗ് വ്ളോഗായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. അതായത് ഞാൻ അതിലേക്ക് ആ മിക്സിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി എല്ലാവരും കൂടിയിട്ട് ചില്ലി ചിക്കനും കുബൂസും കൂടി കഴിച്ചാൽ സൺഡേ നൈറ്റ് ഇവിടെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബായ്. വീണ്ടും